ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ സ്വന്തം കേരള ഊട്ടി റാണിപുരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പാണ്, ട്രിപ്പ് വീഡിയോ ആണ്. നമ്മളെവിടെ പോകുന്നുണ്ട്? റാണിപുരം പോകുന്നുണ്ട്. മഴക്കാലെല്ലാം തുടങ്ങിയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ സീസൺ ആയിട്ടുണ്ട്. ഊട്ടി ആക്ക് എല്ലാവരും ഷൂട്ട് പോക്കൂടണം. അപ്പോൾ ഇതാ ഒരുത്തൻ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലേറ്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം വഴിയിൽ വെച്ച് കാണാട്ടോ. യെസ്, അങ്ങനെ നമ്മളെ യാത്ര ആരംഭിച്ചിരിക്കുന്നു ഗൈസ്. ഉണ്ട് കേട്ടോ, ഫ്രണ്ടിലുണ്ട്. ഒരു ഹായ് പറയൂ രാജേഷ്. ഗൈസ്, ഇന്നത്തെ ചെലവ് മൊത്തം ഊട്ടി ഇതാണ്. ഭയങ്കര ആലോചന. ഊട്ടി ഇവിടൊരു ആ കളി തുടങ്ങാനായി, വേൾഡ് കപ്പ് തുടങ്ങാനായിട്ട് മൊത്തം അതാണ്. നീ ഏത് ടീമാണ് വേൾഡ് കപ്പിൽ? പരവനടക്കം അമ്മക്കറില്ലേ? കണ്ടില്ല, ടീമിലല്ലാട്ടാ. ഇയാള് ബിസിയാണ്, ഇല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കായിരുന്നു. എന്റെ വോയിസിനൊക്കെ ഉണ്ടാവും പാട്ടുകള്. ഭയങ്കര തണുപ്പാണ് ഇവിടെ എത്തിയപ്പോൾ. തന്നെ നല്ല തണുപ്പുണ്ട്. പിന്നെ മഴ ചതിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ മഴ പെയ്യുന്നേ ഇല്ല കേട്ടോ. നല്ല വ്യൂ ഉണ്ട്, പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ കാണുന്നില്ല കേട്ടോ. ആ വ്യൂസ് ഒന്നും കാണുന്നില്ല. എന്നാൽ സൈഡിലുള്ള മരങ്ങളും ഉണ്ട്. അപ്പുറത്ത് അങ്ങോട്ടേക്കാണ് വ്യൂസ് എല്ലാം ഉള്ളത്. നോക്കി അങ്ങോട്ടേക്ക് നല്ല വ്യൂസ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള മരങ്ങളും ഉണ്ട്, ആ വ്യൂസ് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്. യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഫീലിംഗ് ഭയങ്കര സൂപ്പറാണ് എന്തായാലും. ഇതാണ് റാണിപുരം അഡ്വഞ്ചർ പാർക്ക്. ഇത് പുതിയതായിട്ടായത് കേട്ടോ, മുമ്പ് ഉണ്ടായിട്ടാ. ഭയങ്കര വെയിലാണ്, അതാണ് പ്രശ്നമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെത്തിയിട്ടാ. നല്ല ആളുണ്ട്. നമ്മൾ ആരും ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ടായി. നോക്കിയേ, ഭയങ്കര തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് നാളെ ഇതിനേക്കാളും തിരക്കുണ്ടാവും. ബൈക്കെല്ലാം നോക്കിയാൽ ഒരു സൈഡ് മൊത്തം ബൈക്ക്. റാണിപുരം എത്തിയിട്ടുണ്ട് നമ്മൾ. ഇങ്ങനെ നമ്മൾ റാണിപുരം എത്തിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള ബാക്കിയുള്ള പരിപാടികളും. ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്കുണ്ട്. തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായി, പക്ഷെ തിരക്കുണ്ട്. പിന്നെ എന്ന് പറയാൻ മഴയില്ല. നോക്കിയേ കാലാവസ്ഥ, നോക്കിയേ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കോട്ട് മതി ഇതെല്ലാം എടുത്തിട്ട് വന്നിന് കേട്ടാ. ഒരാഗ്രഹമല്ലേ എന്തായാലും. പക്ഷേ സങ്കടമായിട്ടാ സംഭവം എന്ന് പറഞ്ഞാൽ മഴയില്ല. എന്നാലും പിടിച്ചിട്ട് പോകുന്നു. മഴ വന്നാലോ എപ്പോഴെങ്കിലും ബിരിയാണി എങ്ങാനും കൊടുത്താലോ, അതുപോലെ മഴ എങ്ങാനും വന്നാലോ. പിന്നെ നല്ല മടക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട്. വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. എൻ്റെ മുത്തേക്ക് വെയിലടിക്കുന്നുണ്ട്. ഡ്രൈവർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വയറെല്ലാം ഫുള്ളായിട്ടോ. ഇത് വയറ് നിറഞ്ഞു. ചെറുതായിട്ടൊരു ചായ നമ്മളെ സൗണ്ടിനേക്കാൾ സൗണ്ട് ഔട്ട് സൈഡിൽ നിന്നുണ്ട് കേട്ടോ. നമ്മളെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു റാണിപുരം യാത്ര. ആൾക്കാരുണ്ട് കേട്ടോ ബാക്കില്. അങ്ങനെതാ നമ്മളെ റാണിപുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. തിരക്കുണ്ട് കേട്ടാ. നമ്മളെ ഇത് കയറി ഇറങ്ങി വരുന്നവരാണ്, നമ്മൾ കയറാൻ പോകുന്നവരാണ്. അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട് പറയാനായിട്ട് ഈടെത്തിച്ചമ്മന്നെ പറയാനായിട്ട് എന്ന രീതിയിലായി. ബാക്കിയുള്ളതും പറയാട്ടോ. അവിടെ എത്തണം. യൂട്ടിനെയും കൂട്ടി കുട്ടൻ ഫസ്റ്റ് പോകുന്നുണ്ട് നമ്മൾ. പക്ഷെ ഇപ്പം നല്ല ക്ലൈമറ്റ് കേട്ടാ. എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. നോക്കിയേ, നല്ല കൂള
ലെവലിറ്റി കയറ്റം കഴിഞ്ഞു കേട്ടോ. വലിയ കയറ്റം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് നിരപ്പായ സ്ഥലം കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഫോറസ്റ്റ് അവരെല്ലാം നേരത്തെ പോയിട്ട് ഇറങ്ങുന്നവർ അത് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചെറിയ വഴിയാണ്, ഇറങ്ങുന്നവരും കയറുന്നവരും ഒറ്റ വഴിയാകുമ്പോൾ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അല്ലാത്ത പ്രശ്നമില്ല. രണ്ടാളും നല്ല വഴിച്ചു കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. വഴിച്ചു വിടാൻ പറ്റിയ സ്ഥലമാണ്. ആ അട്ടയുണ്ട്. പക്ഷെ ഇതുവരെ ആർക്കും കടിച്ചിട്ടാ, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, റോഡെല്ലാം ഒക്കെ അങ്ങനെ നമ്മളിതാ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വിശാലമായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നുണ്ട്. പുൽമൈതാനം. കുറച്ചുകൂടി നടക്കണം കേട്ടോ അതിൻ്റെ വ്യൂ ഒന്നുകൂടി കിട്ടണമെങ്കിൽ. ഇവിടെ എങ്ങനെയുണ്ട്? ട്രിപ്പ് കൊള്ളാമോ? ആ കൊള്ളാം. ഇതാണ് നമ്മളെ പുൽമൈതാനം. നല്ല മഞ്ഞുണ്ട് കേട്ടോ. വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. നല്ല രസമുണ്ട്. ഇതാ നല്ല മഞ്ഞ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ ക്ലിയർ അല്ല കേട്ടോ. ഇതാ അപ്പുറത്തെ സൈഡ് കർണാടക വനമേഖലയും ഇപ്പുറത്തെ കേരള വനമേഖല അങ്ങനെ ഇട്ടിട്ടുണ്ട്. മേഖല അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടയൊക്കെ മൂടുമഞ്ഞുണ്ട് കേട്ടോ. നല്ല മഞ്ഞുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവരെല്ലാം പോയിട്ട് വരുന്നവരാണ്, നമ്മൾ പോകുന്നവരും. ഇഷ്ടമായോ? ആ ഇഷ്ടമായല്ലോ യൂട്ടിക്ക്. ഇഷ്ടമായല്ലോ യൂട്ടിക്ക്. എന്താ ഇഷ്ടമാവാത്ത? ഒരിക്കൽ ഞാനൊരിക്കൽ തന്നെയാണ് ഒരിക്കൽ കുട്ടൻ ഇങ്ങനെ കൈമാറി പിടിക്കുന്നുണ്ട്. അപ്പുറത്തെ ഓപ്പോസിറ്റ് കാണുന്ന മല കാണുന്ന പോലും കേട്ടോ. അത്ര മഞ്ഞുണ്ട്. ഇപ്പോൾ ഒരു മഴ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായേനെ. നല്ല അടിപൊളി ഉണ്ട് കേട്ടാ. ഞാൻ കൂക്കുന്നില്ല, നീ കൂക്ക്. ഞാൻ കൂക്കിയ എങ്ങനെ അല്ല പിന്നെ കൂക്കാൻ ആരും വേണ്ടോളെ. കുട്ടാപ്പാന്ന് വിളിക്ക, വെച്ച് വിളിക്ക, മേമേന്ന് വിളിക്ക. നല്ല രസമുണ്ട് കേട്ടാ. നോക്കിയേ, രണ്ട് ഇണക്കുരുവികൾ എന്നൊക്കെ നടന്നു പോകുന്നുണ്ട്. ചായ കുടിച്ചോ? അവർക്കൊന്ന് കേൾക്കല മോളെ. അവർ രണ്ടും കഥയും പറഞ്ഞു പോകുന്നുണ്ട്. ഓ അങ്ങനെതാ. യൂട്ടിക്ക് എന്താ രസം അല്ലേ? അല്ലേ ഇതാ ഒരു നല്ല സൗണ്ടില്ല, എന്ത് ചീവിടീൻ്റെ അല്ലേ? നമ്മൾ സൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ നോക്കിയേ, നല്ല കിരി പറയുന്നുണ്ട്. ധന്യനമല്ല കിരി ആക്കുന്നുണ്ട് കേട്ടോ. ആ കയറ്റം അത് മാത്രമേ ഉള്ളൂ, പിന്നെ മൊത്തം പ്രശ്നമില്ലാത്ത നടത്താട്ടോ. നല്ല രസമുള്ള നടത്തന്നെയാണ്. പിന്നെ അതാ ഫോറസ്റ്റിൽ ഒരു 1.5 വഴിയാട്ടോ ഇത്. എനിക്ക് റിസ്ക് ഉണ്ട്, നല്ല റിസ്ക് ഉള്ള ഏരിയ ആയിട്ടാ. കുഞ്ഞിനെ തട്ടിട്ടാ പോകുമ്പോഴാണ് പ്രശ്നം. നല്ലതാ, അടിപൊളിയാണ് വ്യൂസ്. നോക്കിയേ, വഴിയാണ് പ്രശ്നം. അപ്പുറത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തുനിന്ന് കൂടി പോകാൻ പറ്റാത്ത വഴിയായിട്ടുള്ളത്. ഇത് ഒരു നല്ല സ്ഥലമാണ്. അപ്പുറത്തുള്ള വലിയ പാറയാണ്. ഇത് നല്ലൊരു ഇടുങ്ങിയ സ്ഥലമാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനും. നല്ല തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. നല്ല റോഡ് നോക്കിയേ, റോഡാണ് ഒരു 1.5 റോഡ്. ഇതൊരു എന്താണ് അഡ്വഞ്ചറായിട്ടുള്ള യാത്ര തന്നെ കേട്ടോ. കുറേ ആൾക്കാർ, കുറേ കർണാടകക്കാരാണ് ഇപ്പം. ഭയങ്കര എല്ലാവരും കന്നഡം കൊണ്ടുവന്നവരാണ് അധികം ഉള്ളത്. നല്ല താഴേക്ക് നോക്കിയാൽ ഫുള്ള് മഞ്ഞിട്ടാ. ഇപ്പോൾ കുറേ കയറിയവർ ഇറങ്ങുന്നുണ്ട്, കുറച്ച് റഷാകുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. നോക്കിയ ഇവിടെ നല്ലൊരു പിക്ക് കിട്ടും. ഇവിടെ ഇത്ര നേരം എത്തിയിട്ടാകുമ്പോൾ ഭയങ്കര നടക്കാൻ കൊതി പറ്റിയേക്ക്.
തട്ടാൻ സമ്മതിക്കുന്നില്ല, ഭയങ്കര നടത്തം. നമ്മൾ എത്തിയിട്ടാ, ഏകദേശം എത്തിക്കൊണ്ട് വന്ന്. കൂക്ക് ഇവിടെ എങ്ങനെ കൂക്കുന്നേ? കൂക്കാൻ എങ്ങനെ പറഞ്ഞേ? ഇവിട്ടിനെ വിളിക്കേ, ഇവിട്ടിനെ വിളിക്കേ, ഇവിട്ടി മേമീന്ന് വിളിക്കേ. കാറ്റുണ്ട് പറ. ആ നല്ല കാറ്റുണ്ട് കേട്ടോ, ശരിക്കും നല്ല കാറ്റുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റെല്ലാം മാറി, പെട്ടെന്ന് മാറുന്നത്. നോക്കി ഇപ്പോൾ നോക്കി നല്ല മഞ്ഞ്. നേരത്തെ ഒന്ന് എല്ലാം പോയിട്ട് തെളിഞ്ഞ് വെയിൽ വന്നതാണ്. ഇപ്പോൾ നോക്കി നല്ല മഞ്ഞ്. പിന്നെ ഒരു മഴ കൂടി വന്നെങ്കിൽ നമ്മൾ വിചാരിച്ചതെല്ലാം സക്സസ് ആവും. പോ വരുന്നുണ്ട്. നമ്മൾ മഴയ്ക്ക് വേണ്ടിയിട്ട് മഴ വരും എന്ന് പറഞ്ഞിട്ട് എല്ലാം റെയിൻ കോട്ടെല്ലാം എടുത്തിട്ട് വന്നതാണ്. അത്ര കാര്യമില്ല. ക്ലൈമറ്റ് പെട്ടെന്ന് പോയി. ഇതാ അതന്നെ ഓക്കെ. ഇപ്പം നേരത്തെ മഞ്ഞ് പോയിട്ടോ, പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത്. അത് ഭയങ്കര തിരക്കെന്ന് തോന്നുന്നത്. നോക്കി അങ്ങോട്ട് നല്ലോണം ആൾക്കാർ വരുന്നുണ്ട്. ആ പീക്ക് പോയിന്റിലാണ് ശരിക്കും ആൾക്കാരുള്ളത്. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ മഴ വരാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 80% ഉറപ്പായിക്കാം. അങ്ങനെ മഴ വരാൻ കാണുന്നുണ്ട്. പീക്ക് പോയിന്റ് എത്തിച്ചേട്ടാ. എത്ര അടിപൊളിയാന്ന് പറഞ്ഞാൽ എന്ത് കേരള ഊട്ടി പറഞ്ഞതുപോലെ ഫസ്റ്റ് ടൈം വരുന്നത്. സെക്കൻഡ് ടൈമാണ്. പക്ഷെ ഞാൻ അന്ന് വരുമ്പോൾ ഇത്ര രസം ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ സീസൺ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം നല്ല സീസൺ ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നമ്മളെ ബാക്കിലെല്ലാം മൊത്തം നോക്കിയേ വ്യൂ നോക്കിയേ. ഇത് മൊത്തം കാണിക്കണമെന്നുണ്ട്. പക്ഷെ ലോങ് വീഡിയോ ആകുന്ന വീഡിയോ എടുക്കും. ഞങ്ങൾ 3 പേര് ഷെയർ ചെയ്തിട്ടാണ് ഈ വീട്ടിൽ ഞാൻ തട്ടുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഓട് ചോദിക്കുന്നു, ഏയ് മഴ വരാൻ തുടങ്ങി, മഴ വരുന്നുണ്ട്, നമ്മൾ കൊണ്ടുവന്നുണ്ടോ? ഉപകാരമാവട്ടെ. നല്ല ക്ലൈമറ്റ് ഒന്നും ഇപ്പം ഞാൻ കാണുന്നു. കുട്ടനെയും തന്നെയും കാണുന്നില്ല. അത്ര നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയാണ്. 2 എണ്ണതാ മുമ്പിൽ നടക്കുന്നുണ്ട്. കാണുന്നില്ല ശരിക്കും. ഇത്ര ലോങ്ങിൽ ഞങ്ങൾക്ക് അവർ ഈ വീഡിയോയിലുള്ള പോലെ അല്ലാട്ടെ. അടിപൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് പറയാനൊന്നും എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീസണാണ്, എല്ലാവരും വരണം. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തെന്ന് നമ്മളെ റാണിപുരത്തിലേക്ക് അറിഞ്ഞതേ ഇല്ല മഴ വരുന്നുണ്ടെന്ന്. പക്ഷേ നോക്കി ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് എത്ര പെട്ടെന്ന് പറഞ്ഞാൽ ചേഞ്ച് ആകുന്നത്. നമുക്ക് അവർ പറയുന്നുണ്ട് ഫീൽഡ് പിക്നിക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി, അല്ലാത്തവർക്ക് ഇത് അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. ഞാനിത് അടിപൊളി മാത്രം പറയുന്നില്ല, നിങ്ങൾ വന്നിട്ട് കാണട്ടോ. അപ്പോൾ രസമുണ്ടാവും. മാറി ക്ലൈമറ്റ് ഫുള്ളായി മാറി. ചെറുതായി വെയിൽ തുടങ്ങിയിട്ടാ. മഴയില്ല. മഴ വരുന്നത് ചെയ്യുന്നത്. റാണിപുരം കാണാൻ വന്ന ഒരു അതിഥിയുണ്ടോ? റാണിപുരം അതല്ല, നിന്നല്ല പറഞ്ഞതാ. ഞാൻ അതിഥി എന്ന് പറയുമ്പോൾ ഞാനിവിടെയാണ് ഉദ്ദേശിച്ചത്. റാണിപുരം കാണാൻ വന്നേ. നമ്മുടെ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട്. സർവത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. ഒരു വെള്ളം വേണ്ട. ഫൈനലി നമ്മളിതാ റാണിപുരം പീക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട്. നോക്കിയാൽ എത്താനൊരു ജസ്റ്റ് ഒരു കയറ്റം കഴിഞ്ഞാൽ നമ്മൾ അടുത്തേക്കാണ് നമ്മളെ പീക്ക് പോയിന്റ്. അടുത്തേക്കാണ് മെയിൻ നമ്മളെ എന്തെങ്കിലും ലക്ഷ്യം. നോക്കി കുറേ തിരക്കുണ്ട് കേട്ടോ. അവിടെ നല്ല ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നല്ല ആൾക്കാരുണ്ടാവുന്നു. ഇതാ നമ്മൾ അടുത്തടുത്ത് എത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ തട്ടാൻ സമ്മതിക്കുന്നു. വീട്ടിൽ നടക്കണമെന്ന് വാശിയാണ്. വീട്ടിൽ നടത്തിയിട്ടുള്ള അത്രയും ലേറ്റ് ആയിരുന്നു. നമ്മൾ നേരത്തെ നല്ല വ്യൂ ഉണ്ട്, നല്ല കാറ്റുണ്ട്. കാറ്റിറങ്ങി പുല്ല് നോക്കണം അത്ര, എന്നാലേ അറിയുള്ളൂ. അത്ര നല്ല കാറ്റുണ്ട്. നമുക്ക് എത്തിയിട്ടാ. അങ്ങനെ നമ്മൾ പീക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണെന്താ ആ പാറക്കല്ലിൽ നിറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അതിന് എന്തെന്ന് അങ്ങോട്ടേക്ക് പോകാനും പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെന്താ എല്ലാവരും കൂടി റെസ്റ്റ് എടുക്കുക. ധന്യ എത്തി, നമ്മൾ പീക്ക് പോയിന്റിൽ എത്തിയിട്ടാ. എങ്ങനെ ഉണ്ടായി? ഇനി പറയും, ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയ്. നല്ലുണ്ട്, അടിപൊളിയാണ്. ബന ഉണ്ടാ? മടുപ്പുണ്ടാ? ബന മീൻസ് മടുപ്പില്ല കേട്ടാ. നല്ല രസമുണ്ട്. കുറച്ച് കയറ്റം മാത്രമേ എനിക്ക് പ്രശ്നമായിട്ടുള്ളൂ. പിന്നെല്ലാം നല്ല രസമുണ്ട്. അതിനായിരുന്നു കുട്ടന് എക്സ്പീരിയൻസ് പറയുന്നില്ല. പൊളി പറയുന്നില്ലല്ലോ. ഇവിട്ടി നടന്നിട്ടാ. ലാസ്റ്റ് ഇവിട്ടി മൊത്തം നടത്തായിരുന്നു. പീക്ക് പോയിന്റ്. പീക്ക് പോയിന്റിന് അപ്പുറത്ത് പാറ അപ്പുറത്തെ സൈഡാണ്. അത് കാണില്ല കേട്ടോ.
മൊത്തം ആൾക്കാരാണ് ഇങ്ങനെ ഓരോ പാറ കെട്ടുമ്പോൾ എല്ലാവരും അത് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പറ്റൂല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, ക്ലൈമറ്റ് ഉണ്ട്, നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. കുട്ടി കൂക്ക് കിട്ടി, എല്ലാവരും കൂക്കുന്നുണ്ട്. കൂക്ക് കൂക്ക് എല്ലാവർക്കും എന്തോ ആയിട്ട് എല്ലാവരും കൂക്കുന്നുണ്ട് ഒന്നിച്ച്. അങ്ങനെ സൂപ്പർ ഇട്ടാ നമ്മൾ എൻജോയ് ചെയ്തിട്ടോ, നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. എന്തായാലും ഇനിയിപ്പോ പറ്റിയ പ്ലേസ് യൂട്ടി കുറച്ച് പ്രശ്നമാക്കുന്നുണ്ട് കേട്ടോ. യൂട്ടി എടുത്തു കൊടുത്തു, യൂട്ടി കാണുന്നില്ല. യൂട്ടിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. കൂട്ട് യൂട്ടി പ്രശ്നമാക്കുന്നില്ല. യൂട്ടി കൂക്ക് കൂക്ക്. അങ്ങനെ ആള് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടോ, കള്ളം പറഞ്ഞില്ല, സത്യമായിട്ട് അടിപൊളിയാണ്. അടിപൊളി. മിക്കവാറും ഞായറാഴ്ച വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവന് ഭയങ്കര തിരക്കായിട്ട്, ഇന്ന് തന്നെ ഭയങ്കര തിരക്കുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയിട്ട് തന്നെ തിരക്കുണ്ട്. പക്ഷെ ഞായറാഴ്ച പറയേണ്ട ആവശ്യമില്ലല്ലേ. നോക്കി അവിടെ മഞ്ഞെല്ലാം പോകുന്നത് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. പക്ഷെ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല കേട്ടോ, വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. എന്തായാലും ഇതാ അതാണ് നമ്മളെ ആ പാറ. പക്ഷെ ആൾക്കാരായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഇത് നടക്കണം നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞു നമ്മളെ. ഇനി നമ്മൾ തിരിച്ച് മഴ ഒരു കുറച്ച് എടുത്തിട്ട് വന്നിട്ട് മഴയില്ല, ഒരു മണ്ണാങ്കട്ടില്ല. നോക്കിയേ, ഇനി നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചർ പിടിച്ച സ്ഥലം കേട്ടോ ഈ ഇറക്കം എന്ന് പറയുന്നത്. ചെറിയൊരു വഴിയാണ് താഴെ മൊത്തം കൊണ്ടുപോകാൻ. സാഹസികം ഇറങ്ങിക്കോ. ബിഗ് ബോസാ പിന്നെന്ത് ബോസാ. അതിസാഹസികമായിട്ടുള്ള ഇറക്കത്തിലാണ് ധന്യ. കയ്യിൽ കാണുമ്പോൾ ശരിക്കും നീ ഒരു ഇതിന് പോകുന്ന തൊഴിലുറപ്പിന് പോകുന്ന പോലെ ഉണ്ട് കേട്ടാ. വയ്ക്കോ ഓക്കെ. ഇവിടുന്നുള്ള വ്യൂസ് നോക്കി അടിപൊളിയാട്ടാ. നോക്കി ഇതാണിതാ പാറ അറിയുന്നത്. ഇതാണിതാ കണ്ടോ. അതിൻ്റെ മുകളിലേക്കുള്ള അനുവാദമില്ല, പക്ഷേ എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. പോവാ കുട്ടി കാത്തിക്കുന്നുണ്ട് നമ്മളെ പേര് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ കയറി ഇറങ്ങിയ പാറയാണ്. ഇപ്പോൾ കാണുന്ന പോലും ഇല്ല മഞ്ഞത്ത്. ഈ കയറ്റാന്ന് കയറുന്നത് അവളെത്തി. ഞാൻ എത്തണത്രേ. ഒരുത്തൻ പോകുന്നുണ്ട് ഇപ്പോൾ. ഇതാ ഇവിടെ ആന വരുന്നുള്ള തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആനപ്പിണ്ടി. നല്ല വീഡിയോ, നല്ല സിനിമയിൽ ഷൂട്ടിങ് ചെയ്യുന്ന സ്ഥലമായിട്ടിട്ട്. ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് അറിയില്ല അല്ലേ. നല്ല അടിപൊളി എന്തായാലും ഏതില്ല ശരിച്ച ആന. അങ്ങനെ നമ്മളെ റാണിപുരം പീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. അതിന് നമ്മൾ മടങ്ങുന്നുണ്ട്. സമയം എത്രയായി? സമയം പറയാം. 2:30 മണിയായിട്ടാണ്. നമ്മൾ എത്ര 12 മണിക്ക് സ്ഥലം 11:30 ഇവിടെ എത്തിന്. ചാലക്കുടിയാകുമ്പോൾ ഏകദേശം 12 മണിയാകുമ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. 2 മണിക്ക് എന്തായാലും നമ്മൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും മടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇറക്കാമെന്ന് കയറ്റം കഴിഞ്ഞ് ഇനി ഇറക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി റാണിപുരത്തിൻ്റെ താഴെ വെച്ച് കാണാം. നമ്മൾ ഇറങ്ങി കുറേ കഴിഞ്ഞു കേട്ടാ. കയറ്റാന്ന് ബെസ്റ്റ്, ഇറക്കാന്ന് ബെസ്റ്റ്. കയറ്റാല്ലേ? സത്യം കയറ്റാ. ഞങ്ങൾക്കും അതെ കയറ്റാന്ന് നന്നായിട്ടുണ്ടായിരുന്നു. ഇറക്കം ഭയങ്കര ബുദ്ധിമുട്ട്. ഈ വീട്ടിന് തട്ടിച്ചാകുമ്പോൾ ഭയങ്കര പിന്നെ കഴിഞ്ഞില്ല അല്ലേ. കാല് സ്ലിപ്പാന്ന്, ഭയങ്കര സ്ലിപ്പാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കാന്ന് ബുദ്ധിമുട്ട്, കയറ്റം പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് എത്തി. കുറേ കഴിഞ്ഞു കേട്ടോ നമ്മൾ. ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. നേരത്തെ എനർജി ഒന്നും ഇല്ല കേട്ടോ ആളെ മുഖത്ത്. ഇറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ അമ്മോ, ഒരു 1.5 ഇറക്കായിരുന്നു അത്. കയറ്റാവും. ഈ വീട്ടിനെ കുട്ടൻ തട്ടിയിട്ട് മുമ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞു ഇന്നത്തെ റാണിപുരം യാത്ര കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.